ഇന്നലെയും ഇന്നുമായി ഇങ്ങനെ കത്തി നിൽക്കുന്നത് നടൻ ആസിഫ് അലിയെ സംഗീത സംവിധായകൻ രമേശ് നാരായൺ അപമാനിച്ചു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തയും അതിനെ തുടർന്നുള്ള ചർച്ചകളും ഒക്കെയാണ്. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളടക്കം നിരവധി പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് ആസിഫ് അലി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നയം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നു. അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായ ഒരു സംഘർഷത്തിന്റെ ഭാഗമായി അത് രമേശ് നാരായണ് സംഭവിച്ചതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വിദ്വേഷ പ്രചാരണം അവസാനിപ്പിക്കണമെന്ന് ആസിഫ് അലി തന്നെ പറയുന്നു. അതിൽ ആസിഫ് അലിയെ വേദനിപ്പിക്കുന്നതായി അദ്ദേഹം പറയുന്നത് ഇതിൽ മതം വരെ, റിലീജിയസ് ആയ കാര്യങ്ങൾ വരെ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ വിവാദം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതിലുള്ള വേദനയും ആസിഫ് അലി രേഖപ്പെടുത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ വന്നു. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ ഷാഫി പറമ്പിലടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ, ഡോക്ടർ ആർ ബിന്ദു, അങ്ങനെ നിരവധി പേർ, സിനിമാ രംഗത്തുള്ള വളരെ പ്രശസ്തരായ വ്യക്തികളെന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിലും നിരവധി പേർ സിനിമാ രംഗത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട് അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ താരസംഘടനയായ അമ്മ ഇതിൽ കൃത്യമായ ഒരു നിലപാടെടുത്തു. അമ്മ അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ്, അത് ഈ ഗർവിന് നേരെയുള്ള നിന്റെ ആ ചിരിയാണ് യഥാർത്ഥ സംഗീതം എന്ന നിലയ്ക്ക് അമ്മ ഒരു പോസ്റ്റൊക്കെ ഇട്ട്, അതായത് ഈ രമേശ് നാരായണിന് ഇതിനപ്പുറം ഒരു അപമാനവും കിട്ടാനില്ല, ഒരു മറുപടിയും കിട്ടാനില്ല എന്ന നിലയ്ക്ക് തന്നെ നമ്മുടെ സമൂഹം ആ വിഷയത്തെ കൈകാര്യം ചെയ്തു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നിപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ടായിരുന്നു, ഇത് പണി പാളി എന്ന് മനസ്സിലായപ്പോൾ, കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ക്ഷമാപണവുമായി രംഗത്ത് വന്നതാണ്. ആസിഫ് അലി അപമാനിച്ചിട്ട് അങ്ങനെ ക്ഷമാപണം നടത്തുന്നതിൽ കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇന്ന് ധ്യാൻ ശ്രീനിവാസനും പറയുന്നുണ്ടായിരുന്നു. ഇതിൽ ഇപ്പൊ ഇന്നലെ തന്നെ വന്ന പ്രതികരണങ്ങളിൽ വളരെ രസകരമായി തോന്നിയ ഒരു പ്രതികരണം സംവിധായകൻ സതീഷ് പൊതുവാളിന്റെ പ്രതികരണമാണ്. ഞാൻ പ്രതികരണത്തിലേക്കൊന്ന് വന്നിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് വരാമെന്ന് കരുതുകയാണ്. സംവിധായകൻ സതീഷ് പൊതുവാൾ അദ്ദേഹം നിരവധി പ്രതിഭാധനരായ സംവിധായകർക്കൊപ്പം സഹസംവിധായകനായി പ്രവർത്തിച്ചു എന്നൊരു പരിചയം കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം ഓർത്തെടുക്കുന്നത് മഗ്രിബ് എന്ന് പറയുന്ന പി ടി കുഞ്ഞു മുഹമ്മദിന്റെ സിനിമയിലേക്ക് സംഗീത സംവിധായകനായി വന്ന രമേശ് നാരായണനെയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഹിന്ദുസ്ഥാനി സാമാന്യം തെറ്റില്ലാതെ പണിയുന്ന സംഗീത തൊഴിലാളി എന്ന നിലയിൽ ഏതൊരു CITU-കാരനോടും ഉണ്ടായിരുന്ന ബഹുമാനം കൂടി രമേശ് ഇല്ലാതാക്കി. ആസിഫ് അലി എന്ന മനുഷ്യനിൽ നിന്നും പുരസ്കാരം വാങ്ങുന്നത് മ്ലേച്ഛമാണത്രേ. വമ്പിച്ചൊരു പുരുഷാരത്തിന് മുന്നിൽ വെച്ച് രമേശ് നാരായണൻ ഇങ്ങനെ ഒച്ചയില്ലാതെ അത്യുച്ചത്തിൽ പ്രഖ്യാപിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. 1000 കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് നിസ്സഹായനായ ആ മനുഷ്യൻ ക്രൂരമായി അപമാനിക്കപ്പെട്ടു എന്ന് തുടങ്ങുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: 94-ൽ ഞാൻ സഹസംവിധായകനായി ജോലി ചെയ്ത മുഹമ്മദ് കായുടെ, പി ടി കുഞ്ഞു മുഹമ്മദിന്റെ മഗ്രിബ് എന്ന സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ടാണ് അയാൾ ഇപ്പോൾ പുരസ്കാരം നേടിയ ആ രംഗത്തേക്ക് കടന്നു വരുന്നതെങ്കിലും എന്റെ ഫ്ളാറ്റിന് അധികം അകലെയല്ലാതെ DP-യിൽ താമസിക്കുന്ന അദ്ദേഹത്തെ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പോസ്റ്റ് രമേശ് തന്റെ രംഗത്ത് കാണിച്ച പ്രാവീണ്യത്തെക്കാൾ ഒട്ടും കുറഞ്ഞതല്ല. ശ്രീ ആസിഫ് എന്ന പ്രതിഭാധനനായ അഭിനേതാവ് തന്റെ രംഗത്തിന് നൽകിയ സംഭാവന. നാദബ്രഹ്മത്തെ അറിയുന്നവന് മുന്നിൽ എന്ത് വലിപ്പച്ചെറുപ്പങ്ങൾ എന്റെ രമേശ. അതായത് സംഗീതം, നാദബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞവൻ ഒരിക്കലും വലിപ്പച്ചെറുപ്പം കാണിക്കാൻ കഴിയില്ല എന്ന് ഈ സംവിധായകൻ കൂടിയായ സതീഷ് പൊതുവാൾ ഈ പോസ്റ്റിൽ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അപ്പൊ അതിന്റെ താഴെ വന്നൊരു കമന്റും ശ്രദ്ധേയമായി തോന്നി. അത് ബിനുലാൽ ഉണ്ണി എന്ന എഴുത്തുകാരൻ, അദ്ദേഹം സിനിമാ എഴുത്തുകാരനാണ്, സിനിമാ തിരക്കഥാകൃത്താണ്. അദ്ദേഹത്തിന്റെ 2 പോലെയുള്ള സിനിമകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ കമന്റിൽ പറയുന്നത്, ഇവനൊരു പരമ ഊളയാണെന്ന് 1 ദശാബ്ദം മുന്നേ തെളിയിച്ചതാണ്. മാത്രമല്ല, ഇടപെട്ടിട്ടുള്ള പലർക്കും അറിയാം ഈ അല്പസംഗീത ചേർത്തൊരു ചീത്തയാണ് ഈ അല്പസംഗീത അദ്ദേഹത്തെ. പിന്നെ സംഗീതം സാഗരമാണ്, ഞാൻ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ചന്തി കഴുകിയിട്ടേ ഉള്ളൂ എന്നൊക്കെ ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന സംഗീത കുണ്ടന്മാരുടെ കാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രസകരമായിട്ട് ഒരു കമന്റ് ബിനുലാൽ ഉണ്ണി ഈ സതീഷ് പൊതുവാളിന്റെ പോസ്റ്റിന് താഴെ ഇട്ടിരിക്കുന്നു. ഇപ്പൊ ഇത് മാത്രമല്ല, നിരവധി പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം ഈ സിനിമ നമ്മുടെ സരോജ് കുമാറിനെയും അതുപോലെ പച്ചാളം ഭാസിയെയും ഒക്കെ അവരെയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം പ്രതികരണം നടത്തിയത്. എന്നെ തല്ലാൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണ്ട, സാക്ഷാൽ അമരീഷ് പുരി തന്നെ വരട്ടെ എന്ന് സരോജ് കുമാർ പറയുന്ന ആ ഒരു സാഹചര്യമൊക്കെയാണ് ഈ രമേശ് നാരായണന്റെ ചെയ്തിയുമായി താരതമ്യപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചത്. അതുപോലെ ഷാഫി പറമ്പിലും ആസിഫ് അലിക്ക്
ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്നിരുന്നു. ആ സ്നേഹമൊക്കെ അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ പ്രകടിപ്പിച്ചു. അതുപോലെ ഈ ചടങ്ങിൽ ആങ്കറായിരുന്ന അവതാരകയായിരുന്ന ജുവൽ മേരിയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തനിക്ക് പറ്റിയ അബദ്ധങ്ങളും അമളികളും ഒക്കെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നു. ഇപ്പോ രമേശ് നാരായണനെ പോലെ പ്രതിഭാധനനായ ഒരു സംവിധായകനെ സന്തോഷ് നാരായണൻ എന്ന് വിളിക്കുന്നതൊക്കെ അത് അത്ര നിസ്സാരമായി നമുക്ക് കാണാനും പറ്റുന്നില്ല. ഇപ്പോ ധ്യാൻ ശ്രീനിവാസൻ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ പുരസ്കാരം നൽകാൻ, ഒരു മൊമെന്റോ നൽകാൻ വേദിയിലേക്ക് വിളിക്കാൻ പോലും, ഇപ്പോൾ രമേശ് നാരായണനെ വേദിയിലേക്ക് വിളിക്കാൻ പോലും സംഘാടകർ തയ്യാറാകുന്നില്ല എന്നിടത്ത് സംഘാടകരുടെ ഭാഗത്ത് ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഇതിൽ തുടക്കം മുതൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇതുമായി ബന്ധപ്പെട്ട കഥ നമ്മളാരും നേരിട്ട് കണ്ടിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല, ദൃശ്യങ്ങളിലൂടെയാണ് കുറച്ച് ദൃശ്യങ്ങൾ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇതിൽ രമേശ് നാരായൺ പറയുന്ന കഥ പ്രകാരമാണെങ്കിൽ തന്നെ ഈ പരിപാടിയിൽ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ജയരാജിന്റെ സിനിമയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജയരാജിന്റെ സിനിമയ്ക്ക് അദ്ദേഹമായിരുന്നു സംഗീത സംവിധാനം നിർവഹിച്ചത്. ഇപ്പോൾ രഞ്ജിത്ത് അടക്കമുള്ള സംവിധായകർ അതിൽ അദ്ദേഹത്തിന്റെ സിനിമയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതൊക്കെയോ ചില സിനിമകളിലെ സംഗീത സംവിധായകരെയും കൂടി ആ ക്രൂവിനെ വിളിച്ചപ്പോൾ വിളിച്ചിരുന്നു. പക്ഷേ ജയരാജിന്റെ സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ച തന്നെ വിളിച്ചില്ല. അപ്പോൾ രമേശ് നാരായൺ അത് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ടാകുന്നൊരു വിഷമം അദ്ദേഹം ആ പരിപാടിയിൽ പരസ്യമായി പറയാതെ MGയുടെ മകൾ അശ്വതിയോട് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം തന്നെ, രമേശ് നാരായൺ തന്നെ പറയുന്നത്. ഞാനും സംഗീത സംവിധാനം ചെയ്തിരുന്നല്ലോ, എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അപ്പോൾ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും ഈ കാര്യം ഒരാൾക്കുണ്ടാകുന്ന ഒരു വിഷമം അത് പരിഹരിക്കുക. അതിന് വളരെ പെട്ടെന്ന് അവർ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുന്ന ഒരു ഉപായമാണ് ആസിഫിനെ കൊണ്ട് അങ്ങനെ ഒരു മൊമെന്റോ കൊടുപ്പിക്കുക എന്നുള്ളത്. അപ്പം ആസിഫ്, എനിക്ക് തോന്നുന്നു ആസിഫിലേക്ക്, അല്ലെങ്കിൽ ആസിഫിന്റെ പേര് പെട്ടെന്ന് പറയാൻ കാരണം ചിലപ്പോ ഈ അശ്വതി, MGയുടെ മകൾ അശ്വതിയുടെ ഡയറക്ടോറിയൽ ഡെബ്യൂ, ഈ 9 കഥകളിൽ ഒരു കഥ, ദ സെയിൽ, വിൽപ്പന എന്ന് പറയുന്ന കഥ സംവിധാനം ചെയ്യുന്നത് MGയുടെ മകൾ ഈ അശ്വതി തന്നെയാണ്. അതിൽ മധുബാലയും അതുപോലെ ആസിഫ് അലിയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അശ്വതിക്ക് ഈ ആസിഫിനോടുള്ള അടുപ്പം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആസിഫിനോട് വളരെ പെട്ടെന്ന് വിളിച്ച്, അല്ലെങ്കിൽ സംഘാടകരെ കൊണ്ട് വിളിപ്പിച്ച് അങ്ങനെ ഒരു മൊമെന്റോ കൊടുക്കാൻ പറയുന്നത്. ആസിഫ് പോലും സത്യത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും പെട്ടെന്ന് ആസിഫിന് പിടികിട്ടുന്നില്ല. അങ്ങനെ ഇപ്പൊ ചോദിച്ചു വാങ്ങിയൊരു മൊമെന്റോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പ്ലാനിലില്ല, അല്ലെങ്കിൽ ജുവൽ മേരി തന്നെ പറയുന്നത് പോലെ ജുവൽ മേരിക്ക് കൊടുത്ത ലിസ്റ്റിൽ രമേശ് നാരായണന്റെ പേരില്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്ത ഒരു പേര് അതിനിടയിൽ ഈ രമേശ് നാരായണന്റെ തന്നെ പരാതിയുടെ ഒരു അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടായി വരുന്നൊരു മുഹൂർത്തമാണ്. അതിൽ ഇദ്ദേഹത്തെ, രമേശ് നാരായണനെ ഒരു അത്ര അതിഗംഭീരനായ സംഗീത സംവിധായകൻ അല്ല എങ്കിൽ തന്നെ അത്രയും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കിടയിൽ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയായി എത്തിയ ഒരാളിനെ മൊമെന്റോ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും വേദിയിലേക്ക് വിളിക്കാമായിരുന്നു. അതവിടെ ഉണ്ടായില്ല. സദസ്സിൽ വെച്ച് തന്നെയാണ്, വേദിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു, സദസ്സിൽ വെച്ച് പെട്ടെന്ന് ആസിഫ് അലി ഒരു മൊമെന്റോയുമായി വരുന്നു, ഇദ്ദേഹത്തിന് കൊടുക്കുന്നു, രമേശ് നാരായണന് കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് പലതവണ സന്തോഷ് നാരായൺ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും സ്വാഭാവികമായും രമേശ് നാരായണനെ സംബന്ധിച്ച് അത് വലിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ടാകാം. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജയരാജിനെ തന്നെ വിളിച്ചിട്ട് ജയരാജനെ കൊണ്ട് അദ്ദേഹം സ്വയം ജയരാജനെ കൊണ്ട് ഈ പുരസ്കാരം അദ്ദേഹത്തിന് തന്നെ കൊടുപ്പിക്കുന്നത് എന്ന് പറയാം. അപ്പൊ ഇതിൽ വളരെ രസകരമായി തോന്നുന്ന ചില കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇദ്ദേഹം തന്നെയാണ് ഇതിന് മുഴുവൻ കാര്യങ്ങളും ഉണ്ടാക്കിയത്. ഈ രമേശ് നാരായൺ തന്നെയാണ്. ഇത്രയും അധികം അതിഥികളുള്ള ഒരു വലിയ ചടങ്ങ് നടക്കുന്നു, അതിനിടയിൽ തന്റെ പേര് മറന്നുപോയി. ശരി, മറന്നു പോട്ടെ, അത് മറ്റൊരു അവസരത്തിൽ അതിനെപ്പറ്റി സൂചിപ്പിക്കാമെന്നുള്ള ആ ഒരു ഔചിത്യമൊന്നും അദ്ദേഹം അപ്പോൾ ആലോചിക്കുന്നില്ല. MGയെ പോലെ നമ്മുടെ ലോക മലയാളികൾ ആദരിക്കുന്ന, നമ്മുടെ സമ്പത്തെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ ജന്മദിനാഘോഷ ചടങ്ങിൽ പോലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നിരാശ അദ്ദേഹം തുറന്നു പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ അതിനെ തുടർന്നാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ആസിഫ് അലിയോട് അദ്ദേഹത്തിന് മുഖം കൊടുക്കുന്നില്ല, അദ്ദേഹത്തിന് ഒരു ഹസ്തദാനം നൽകുന്നില്ല, അദ്ദേഹത്തിന് കെട്ടിപ്പിടിക്കുന്നില്ല, ഒന്നും ചെയ്യാതെ ഈ താൻ സംഗീത സംവിധാനം നിർവഹിച്ച സിനിമയുടെ സംവിധായകനെ വിളിച്ചു വരുത്തി തനിക്ക് തന്നെ പുരസ്കാരം നൽകിപ്പിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണ് അദ്ദേഹം സ്വയം അവിടെ ഉണ്ടാക്കിയെടുത്തത്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ജയരാജിന് അറിയാമായിരുന്നല്ലോ, ജയരാജന്റെ സിനിമയിലെ സംഗീത സംവിധാനം നിർവഹിച്ച ആളാണ് രമേശ് നാരായൺ എന്ന്. അങ്ങനെയാണെങ്കിൽ ജയരാജിന്റെ സിനിമയിലെ ക്രൂവിനെ വിളിച്ചപ്പോൾ എന്തുകൊണ്ട് ജയരാജ് രമേശ് നാരായണനെയും കൂടി വിളിക്കുന്നില്ല? അപ്പൊ സത്യത്തിൽ ജയരാജനും കൂടി ഇദ്ദേഹം ഒരു പണി കൊടുത്തതാണോ എന്ന് സംശയമുണ്ട്. കാരണം നീ എന്നെ വേദിയിലേക്ക് വിളിച്ചില്ലെങ്കിൽ നിന്നെ വേദിയിൽ നിന്ന് വിളിച്ചിറക്കി നിന്നെ കൊണ്ട് പുരസ്കാരം ധരിപ്പിക്കാൻ എനിക്കറിയാം എന്നൊരു രീതിയും കൂടെ അതിൽ സംഭവിച്ചിട്ടുണ്ടോ
എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. ഏതായാലും ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ ചെറിയ പിഴവുകൾ, അത് വലിയ യമണ്ടൻ പിഴവുകളൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇത്രയധികം സെലിബ്രിറ്റീസ് ഒക്കെ വന്ന ഒരു വലിയ ചടങ്ങിൽ സ്വാഭാവികമായും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഓരോ ഘട്ടങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഈ സംഘാടകർക്ക് പിഴവുണ്ടാകുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ അത് തുടങ്ങി വച്ചത് രമേശ് നാരായൺ ജി ആണെന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ സംഗീത സഫരിയെക്കുറിച്ചോ അതെ സംഗീതത്തിലുള്ള കഴിവിനെക്കുറിച്ചോ ഹിന്ദുസ്ഥാനിയിലുള്ള ആഴത്തെക്കുറിച്ചോ സംഗീതത്തിലുള്ള ആഴത്തെക്കുറിച്ചോ ഒന്നും നമുക്ക് എതിരഭിപ്രായമില്ല. ഇനിയിപ്പോൾ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റൊരു തർക്ക വിഷയമാണ്. അതിനപ്പുറത്ത് തനിക്കൊരു മൊമെന്റോ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ മൊമെന്റോ ചോദിച്ചു വാങ്ങുന്നതിന് തുല്യമായി ഒരു ചടങ്ങിനിടയിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ആസിഫ് അലി വളരെ മാന്യമായി ഒരു പുഞ്ചിരിയിലൂടെ, സ്വതസിദ്ധമായ പുഞ്ചിരിയിലൂടെ ആ സിറ്റുവേഷൻ, ആ സാഹചര്യം ഹാൻഡിൽ ചെയ്യുന്നു, അത് മുന്നോട്ട് പോകുന്നു. ഇന്ന് അദ്ദേഹം വന്നിട്ട് ആ വിദ്വേഷ പ്രചാരണം ഒഴിവാക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ പക്ഷേ രമേശ് നാരായൺ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നമുക്കൊരു ചെറിയ വിഷമമൊക്കെ തോന്നുന്നു. കാര്യം അദ്ദേഹത്തെ മാത്രമല്ല, അതിന്റെ മക്കൾ, സംഗീത രംഗത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മക്കളെ കൂടി വേട്ടയാടുന്ന നിലയിലേക്ക് ഈ സൈബർ ആക്രമണം പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു അർത്ഥത്തിൽ സങ്കടം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇന്ന് ധ്യാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇതൊക്കെ ഈ ചെയ്തു വെച്ച പല കാര്യങ്ങൾക്കുമുള്ള ഒരു മറുപടി, കാലത്തിന്റെ മറുപടി ദൈവമായിട്ട് തന്നെ കൊടുത്തതാണ് എന്ന് കരുതേണ്ടി വരുമെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ പഴയകാല ചെയ്തികളെ കുറിച്ചൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ, പശ്ചാത്തലത്തിൽ സിനിമാ രംഗത്തുള്ളവരിങ്ങനെ നിരന്തരം, എനിക്ക് RS വിമൽ, നമ്മുടെ എന്ന് നിന്റെ മൊയ്തീന്റെ സംവിധായകൻ RS വിമലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ആസിഫിന്റെ മൗനവും ആസിഫിന്റെ ചിരിയും എന്റെ മൗനവും ഒരുപോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകനിൽ നിന്ന് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായവരൊക്കെയും ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കൃത്യമായും രംഗത്ത് വരികയും അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു. അപ്പോ ഇതിലിപ്പോ ആസിഫ് അപമാനിക്കപ്പെട്ടു എന്ന ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നു. പക്ഷേ അത് ആസിഫിന് വലിയൊരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തു. ആസിഫ് ആ ഒരു സാഹചര്യത്തെ ഹാൻഡിൽ ചെയ്ത് അത്രയും മനോഹരമായിട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതേസമയം ഈ സംഗീത സംവിധാന രംഗത്ത് ഏതാണ്ട് 3 പതിറ്റാണ്ടിന്റെ ഒക്കെ പരിചയമുള്ള രമേശ് നാരായണനെ പോലെയുള്ള ഒരു മനുഷ്യൻ, ഒരു സംഗീത സംവിധായകൻ, അത് അദ്ദേഹമായി തന്നെ വരുത്തി വെച്ചൊരു വിന, അദ്ദേഹമായി വിളിച്ചു വരുത്തിയൊരു അവഹേളനം, അദ്ദേഹമായി വിളിച്ചു വരുത്തിയ ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയാവുന്ന ഒരു സാഹചര്യമാണ്. ഇത് സിനിമാ രംഗത്തുള്ള എല്ലാവർക്കും ഒരു പാഠമാണ്. കാരണം പഴയ കാലമല്ല, നമ്മൾ ഈ മാടമ്പി സ്വഭാവമൊക്കെ കാണിച്ച് ചുമ്മാ അങ്ങ് പോകാൻ പറ്റില്ല. രാഷ്ട്രീയക്കാരായാലും സിനിമക്കാരായാലും നമ്മളെയൊക്കെ നിരീക്ഷിക്കുന്ന ക്യാമറ കണ്ണുകൾ, മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട് ദൈവത്തിന്റെ കണ്ണ് എല്ലാം കാണുന്നുണ്ട്, നമ്മളെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ. ഇപ്പൊ ഈ നമുക്ക് ചുറ്റും ക്യാമറകളാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല എന്ന് കരുതിക്കൊണ്ട് നമ്മൾ കാണിക്കുന്ന ഗർവോ അഹന്തയോ അഹങ്കാരമോ ഒക്കെ എവിടെയൊക്കെയോ പതിയപ്പെടുന്നുണ്ട്. അത് ഈ നിലയ്ക്കൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും അതിന് പിന്നീട് നിരന്തരം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഇത് സിനിമാ രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഒക്കെ ഒരു നല്ല പാഠം തന്നെയാണ്. അപ്പോൾ വിളിച്ചു വരുത്തിയ വിന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഈ അന്തരീക്ഷത്തിൽ കൂടെ പോകുന്ന പണി ഏണിചാരി പിടിക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണ് ശരിക്കും രമേശ് നാരായണൻ ഇവിടെ കാണിച്ചത്. അതിന്റെ ഒരു ഈ പ്രതിഫലനം സ്വാഭാവികമായും നമ്മൾ പറയും, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ ആ ഒരു ആക്ഷന്റെ റിയാക്ഷൻ രമേശ് നാരായണൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് സംഘാടകരുടെ ഭാഗത്തു ഉണ്ടായിട്ടുള്ള പിഴവുകളെ നമുക്ക് അത്ര നിസ്സാരവൽക്കരിച്ച് കാണാനും കഴിയില്ല. ഏതായാലും ആസിഫ് തന്നെ ഈ വിദ്വേഷ പ്രചാരണത്തിന് അവസാനം ഉണ്ടാകണം, ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ വിവാദം അവസാനിപ്പിക്കാൻ നേരമായെന്ന് തന്നെയാണ് കരുതുന്നത്.